അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി KSSൻ്റെ രക്ഷാധികാരി പ്രൊഫസർ ബേബി സാറിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ വിളക്ക് അല്ലെങ്കിൽ നമ്മുടെ മിനോറ വിളക്ക് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിക്കാഗോയിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബേബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ തോരാത്ത മഴയത്ത് അതെല്ലാം കണക്കാക്കാതെ ഇവിടെ രണ്ടാം പ്രാവശ്യം കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ KSSൻ്റെ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്റ്റേജിൽ ഉള്ള വിശിഷ്ട വ്യക്തികൾ ജെയിംസ് ജോർജ് മാളേക്കൽ, അധ്യക്ഷൻ ബിജു ആണിപ്പുരയ്ക്കൽ, ഷിബി പഴയമ്പള്ളി, ഏബ്രാഹാം നടുവത്തറ, പ്രൊഫസർ തോമസ് കുട്ടി വിടാത്തല, ജോയി പുല്ലാനപ്പള്ളി, അഡ്വക്കേറ്റ് മാത്യു തോട്ടങ്കൽ, മോൻസി കുടിലിൽ, സണ്ണി രാഗമാലിക, പ്രൊഫസർ മാത്യു പ്രാൽ, ജോയൻ പവത്ത്, ബേബി പരപ്പനാട്ട്, ഷാജു അഞ്ചക്കുന്നത്ത്, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. സ്നേഹിതരെ, സത്യത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 2018 നമ്മൾ ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒത്തിരി നിരാശ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ ഈ തോരാത്ത മഴ അവഗണിച്ചുകൊണ്ട് സമുദായം എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. എൻ്റെ ആ ചിന്തകൾ, ഇത് രക്ഷപ്പെടാൻ മാർഗമില്ല എന്നെനിക്ക് തോന്നിയ ആ ചിന്തകൾ, അതിനൊരു അല്പം പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുവാൻ എനിക്കതിയായ ആഗ്രഹമുണ്ട്. സ്നേഹിതരെ, നമ്മുടെ ഈ ഫ്ലെക്സിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ സമുദായം എൻ്റെ അവകാശം. കാരണം നമ്മൾ ഓരോരുത്തരും ആദ്യം ജനിച്ചു വീണത് നമ്മുടെ സമുദായത്തിലാണ്. പണ്ടൊക്കെ 7 ദിവസം കഴിഞ്ഞ് ജനിച്ച് 7 ദിവസമൊക്കെ കഴിയുമ്പോഴായിരുന്നു മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാണ് നമ്മൾ കത്തോലിക്ക സഭയിലെ അംഗമായത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ജനിച്ചത് ക്നാനായ സമുദായത്തിലെ ഒരംഗമായിട്ടാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സമുദായമാണ് മുഖ്യമായിട്ടുള്ളത്. സഭ നമ്മൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഓർപ്പിച്ചത്. എൻ്റെ സമുദായം എൻ്റെ അവകാശമാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ മെത്രാന് അത് ചെവിക്കൊള്ളാൻ സമയമില്ല. നമ്മൾ കഴിഞ്ഞ 13-ാം തീയതി ഒരു റാലി, ആ റാലിയുടെ ഉദ്ദേശം നമുക്ക് കുറേ സങ്കടങ്ങളുണ്ട്, പരാതികളുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി ഒരു മെമ്മോറാണ്ടം കൊടുക്കാനാണ് നമ്മൾ വന്നത്. പക്ഷേ അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഒരു വമ്പിച്ച മുന്നേറ്റം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരമ്പരന്നു, അവർ പേടിച്ചു, അവർ ഉടനെ പരാതി കൊടുത്തു. ഞങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെ പോലീസ് വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ അവകാശം സംരക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്വവംശ വിവാഹനിഷ്ഠയാണ്, എൻഡോഗമി. അതിന് വിലയില്ലാതെ അതിനെതിരെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ജ്ഞാനായക്കാരല്ല. ജ്ഞാനായ രക്തം സിരകളിലൂടെ ഓടുന്ന ഒരു വ്യക്തിക്ക്
നമ്മുടെ എൻഡോഗാമി അതിനെ പുച്ഛിച്ചു തള്ളി അതിനെ ഇല്ലാതാക്കാൻ അതിൻ്റെ കടയ്ക്കൽ കത്തി വെച്ച് കഴിഞ്ഞാൽ മെത്രാനല്ല പോപ്പ് ആണെങ്കിലും നമ്മൾ സമ്മതിക്കില്ല. കാരണം നമ്മുടെ സിരകളിലൂടെ യഹൂദ രക്തം ഓടുന്നുണ്ട്. 72 കുടുംബത്തിൽ വന്നവർ അവർ യഹൂദ പാരമ്പര്യമുള്ളവരാണ്. പക്ഷേ നമ്മുടെ പിതാവ് നമ്മുടെ KCC സെക്രട്ടറി എഴുതി കൊടുത്തു, നമ്മൾ ജ്ഞാനായക്കാർ യഹൂദ പാരമ്പര്യം ഇല്ലാത്തവരാണ്. അവർ അഫിഡവിറ്റ് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഉഴവൂര് ബഹുമാനപ്പെട്ട ജിൽ നെല്ലിക്കാട്ടിൽ, അദ്ദേഹം ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ബർസാറാണ്. അദ്ദേഹം ഉഴവൂര് ഒരു ജ്ഞാനായ സംഗമം 500 പേര് അതിൽ പങ്കെടുത്തു. അതിനകത്ത് അദ്ദേഹത്തിനോട് ഒരു സംശയം ഒരാൾ ചോദിച്ചു. അച്ചോ, നമ്മൾ ജ്ഞാനായക്കാർ യഹൂദ പാരമ്പര്യമുള്ളവരാണോ? നമ്മുടെ മെത്രാൻ പറയുന്നത്, KCCയുടെ സെക്രട്ടറി പറയുന്നത് അത് തെറ്റാണ്, ശരിയല്ല, അത് കോടതിയിൽ നിഷേധിച്ചു. അന്നേരം അദ്ദേഹം, ഒരു കത്തോലിക്ക പുരോഹിതൻ, ഉഴൂർ കോളേജിൻ്റെ ബർസാറ്, അദ്ദേഹം പറഞ്ഞു, ജ്ഞാനായക്കാരന് യഹൂദ പാരമ്പര്യം ഇല്ല എന്ന് ആര് പറഞ്ഞാലും അവൻ ജ്ഞാനായക്കാരനല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. അപ്പോൾ പിന്നെ കോട്ടയം രൂപത മെത്രാൻ ജ്ഞാനായക്കാരനാണോ? അപ്പോൾ പിന്നെ KCCയുടെ സെക്രട്ടറി ജ്ഞാനായക്കാരനാണോ? സ്നേഹിതരെ, എനിക്ക് നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്തുവാ? എൻഡോഗാമി. അതിനെ തുരങ്കം വയ്ക്കുന്ന, അടിവേറിറക്കുന്ന ഒരു തീരുമാനം 2014 ഓഗസ്റ്റ് 20 മാർ ജോർജ് ആലഞ്ചേരിയും മാർ ജേക്കബ് അങ്ങാടിയാത്തും മാർ മാത്യു മൂലക്കാട്ടും കൂടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനായക്കാരൻ ജ്ഞാനായേതര വ്യക്തിയെ വിവാഹം കഴിച്ചാൽ ആ ആളിൻ്റെ ജീവിത പങ്കാളിയും അതിൽ നിന്നുണ്ടാകുന്ന മക്കളും ഇടവക്കാരായിരിക്കില്ല. പക്ഷേ കല്യാണം കഴിക്കുന്ന വ്യക്തി ഇടവക്കാരനായിരിക്കും. ഇതിനകത്ത് ആരാ ഒപ്പിട്ടിരിക്കുന്നത്? ജ്ഞാനായക്കാരനായതുകൊണ്ട് മാത്രം കോട്ടയം രൂപതയുടെ മെത്രാനായ മാർ മാത്യു മൂലക്കാട്ട് ഇതിലെഴുതിയിരിക്കുകയാണ്, ജ്ഞാനായക്കാരൻ മാറിക്കെട്ടിയാലും അവന് അവൻ്റെ ഇടവകയിൽ നിലനിൽക്കാം. അതിൻ്റെ അർത്ഥം അവൻ എൻഡോഗാമി വേണ്ട. ഈ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് നവീകരണ സമിതിക്കാർ 2015 അവർ കോട്ടയം രൂപതയ്ക്കെതിരെ കേസ് കൊടുത്തു. കാരണം ആ ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൽ പറയുന്നത്, മാറിക്കെട്ടിയാലും അവൻ അവൻ്റെ ഇടവകയിൽ തുടരാം. അവർ പറയുന്നത്, ഞങ്ങളും അതേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ മാറിക്കെട്ടി, പക്ഷേ ഞങ്ങളെ പുറത്താക്കി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ തുടരണം. അത് അംഗീകരിച്ചു. ഞങ്ങൾ KSSൻ്റെ നേതാക്കന്മാർ കോട്ടയം അരമനയിൽ മാർ മാത്യു മൂലക്കോട്ട് ഒരു ചർച്ച നടത്തി. ഞങ്ങൾ ചോദിച്ചു, പിതാവേ, ഇത് എൻഡോഗാമിക്ക് തുരങ്കം വയ്ക്കുന്ന തീരുമാനമല്ലേ? അതേ ബേബി സാറേ, അത് ചിക്കാഗോക്കാർക്ക് വേണ്ടിയുള്ളതാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ അത് ബാധകമല്ല. ഞങ്ങൾ ചോദിച്ചു, അതെങ്ങനെയാണ്? കോട്ടയം രൂപത ജ്ഞാനായക്കാർ, ഒരു ജ്ഞാനായക്കാരൻ അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും ജ്ഞാനായക്കാരൻ അവന് ഒരേ അടിസ്ഥാന പ്രമാണമേ ഉള്ളൂ, അത് എൻഡോഗാമിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയത് ശരിയാകുന്നത്? അപ്പോൾ അങ്ങേര് ഉണ്ടയിട്ടു. അപ്പോൾ ഇതിൻ്റെ പേരിൽ നവീകരണ സമിതിക്കാർ കേസ് കൊടുത്തപ്പോൾ അവർ 2015 കേസ് കൊടുത്തു. 2018 കോട്ടയം രൂപതയുടെ മെത്രാനും
അന്നത്തെ KCC പ്രസിഡൻ്റായിരുന്ന സ്റ്റീഫൻ ജോർജും 2018 ജൂലൈ 11 കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ അഫിഡവിറ്റിൽ കോട്ടയം രൂപതയുടെ മെത്രാനും നമ്മുടെ സ്റ്റീഫൻ ജോർജും കൊടുത്തിരിക്കുന്ന ഇതാണ്: മെമ്പർഷിപ്പ് ഇൻ ദ ക്നാനായ കമ്മ്യൂണിറ്റി ഈസ് ദ ബർത്ത് റൈറ്റ് that follows from being born to Knanaya parents exclusively. This is the custom, tradition and practice followed by the Knanaya people from AD 345 onwards without any interruption. ഇതിൻ്റെ അർത്ഥം എന്നാ? ക്നാനായ മാതാപിതാ കോടതി കൊടുത്തിരിക്കുന്ന നവീകരണ സമിതിക്കാർ ഞങ്ങൾ മാറിക്കെട്ടിയതുകൊണ്ട് ഞങ്ങളെ ഇവിടെ തന്നെ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിന് അതിന് ബദലായിട്ട് കോട്ടയം രൂപത ക്നാനായക്കാരൻ്റെ മെത്രാൻ KCCയുടെ പ്രസിഡൻറ്റും കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റാണ് ക്നാനായ കമ്മ്യൂണിറ്റിയെയും കോട്ടയം രൂപതയുടെയും മെമ്പർഷിപ്പ് അതിന് കിട്ടുന്നതിന് അവൻ ക്നാനായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചാൽ മതി. അവന് മെമ്പർഷിപ്പുണ്ട്. അവൻ പിന്നെ ആരെ കെട്ടിയാലും പ്രശ്നമല്ല. ജനിച്ചോ അവന് ഏത് സൈസ് സാധനത്തിനെ കെട്ടിയാലും, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, കെട്ടിയാലും അവന് കോട്ടയം രൂപതയിൽ നിലനിൽക്കാം, അവന് ഇടവകയിൽ നിലനിൽക്കാം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയല്ലേ അവരും പറയുന്നത്. അവർ പറയുന്നു ഞങ്ങൾ ക്നാനായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചതാണ്, ഞങ്ങളൊന്ന് മാറിക്കെട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തുടരാൻ പാടില്ല? കോടതിയിൽ റിട്ടേണായിട്ട് കൊടുത്തിരിക്കുക കോട്ടയം രൂപതയുടെ മെത്രാൻ. ക്നാനായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചാൽ മാത്രം മതി അവൻ കോട്ടയം രൂപത അങ്ങാ. അവർ പറഞ്ഞിരിക്കുന്ന ഇതാ, കോട്ടയം രൂപതയുടെ മെത്രാന് ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്കൊന്ന് സാധിച്ചു തന്നാൽ മതി. അതൊന്നുമില്ല, കേസ് തോറ്റു, അതുകൊണ്ട് എന്ത് വേണ്ടി ഇവരെ മാറ്റാൻ പറ്റില്ല എന്നും പറഞ്ഞ് കേസ് തോറ്റു. പിന്നെ ഇപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു. ഈ അപ്പീൽ കൊടുത്താലും ഇതവിടെ നിൽക്കുക, ഈ എഴുതി കൊടുത്തത് അതവിടെ നിൽക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ രക്ഷ കിട്ടും ഒരു അപ്പീലിൽ? നേരെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതേക്കുറിച്ചുള്ള ഒത്തിരി ഓഡിയോകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഇതിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. ഇനിയിപ്പം കാരണം അധ്യക്ഷ പ്രസംഗം ഒത്തിരി നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്നെ തെറി പറയും. അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ KSS ജന്മമെടുത്തത്. ഇവിടെ പറഞ്ഞ പലരും പറഞ്ഞു KSS ഉണ്ടായതുകൊണ്ട് അതിൻ്റെ നേട്ടമുണ്ടായിട്ടുണ്ട്. നമ്മുടെ അച്ഛന്മാർ, സീനിയറായിട്ട് അച്ഛന്മാർക്ക് പലരുമായിട്ട് എനിക്ക് ബന്ധപ്പെടുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. ഇപ്പോൾ ഉഴവ് പള്ളിയിലിരിക്കുന്ന അച്ഛൻ ഇപ്പോൾ അലക്സ് ആക്കപ്പറമ്പില, അതിനു മുമ്പ് നമ്മുടെ ആനിമൂഡിലച്ഛനായിരുന്നു. ഉഴവ് പള്ളിയിലെ ഒരു വികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ പദവിയാണ്. അത്രയധികം ആ പദവി 1125 ഇടവക്കാരുണ്ട് ഉഴവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇടവകയിൽ ഇരിക്കുന്ന ആൾ നമ്മളുമായിട്ട് സഹകരിച്ചു എന്ന് പറയുമ്പോൾ നാളെ പുള്ളിയുടെ സ്ഥാനം തെള്ളിത്തോട് ആ പാടെ 15 ഇടവക്കാരുള്ള തെള്ളിത്തോടത്തിലായിരിക്കും. അവർക്ക് ഭാര്യയില്ല, മക്കളില്ല. അവരുടെ ആ ശിഷ്ടായുസ് നേരെ സുഖപ്രദമായിട്ട് പോവുക, അതിന് വിഘാതമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ അവർ വന്നു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് നിവൃത്തികേടുകൊണ്ടാണ് എന്നവരൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുള്ളത്. ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ഈ വയ്യാവേലി ഇട്ടേച്ച് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോൾ, സാറേ പോകരുത്, ഒരു കാലത്തും പോകരുത്. കാരണം നിങ്ങളെ പേടിയുണ്ട്. നിങ്ങളെ പേടിയുള്ളത് കൊണ്ടാണ് ഇവരിപ്പം ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ ഈ വയസ്സന്മാർക്ക് കുഴിയിലോട്ട് കാല് നീട്ടി നിൽക്കിയിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞാൻ ഇവിടെ പേറ്റന്മാരായിട്ട് കുറേ വയസ്സന്മാരുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടപ്പെട്ടവരാണ്. ഇവിടെ വരേണ്ടത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്. നിങ്ങൾ മുന്നോട്ട് വന്നെങ്കിലേ ഈ സമുദായത്തിന് രക്ഷയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങളുടെ സമുദായം രക്ഷിക്കാൻ, കാരണം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ സമുദായം എൻ്റെ അവകാശമാണ്. വരും തലമുറയ്ക്ക് ഈ സമുദായം വഴി നേട്ടങ്ങളുണ്ടാകണമെങ്കിൽ ഇത് നിലനിൽക്കണം. ഈ സമുദായം വഴി ഉണ്ടായ നേട്ടങ്ങൾ കൊണ്ടാണ് നമ്മുടെ കോട്ടയം രൂപത ക്നാനായക്കാർ ഇത്രയധികം സമ്പന്നതയിൽ ഇന്നിപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ഒരു ഉഴൂർ കോളേജും ഒരു BCM കോളേജും ഒരു രാജപുരം കോളേജും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. അത് നമ്മുടെ പൂർവികർ, മുമ്പുള്ള ബിഷപ്പന്മാർ നമുക്ക് വേണ്ടി പണിയെടുത്ത് ഇത് ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്കൊന്നും പുതുതായിട്ടൊന്നുമില്ല, ഉണ്ടാകുന്നില്ലല്ലോ. ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മളെയെല്ലാം ഒരു വക നമ്മളൊക്കെ തെണ്ടി വന്നവരാണ് എന്ന് കാണിക്കാനുള്ള ബന്ധപ്പാടാണ് നമുക്കുണ്ടായിരുന്ന. ക്നാനായക്കാർക്ക് ചേരമൻ പെരുമാൾ ഗ്രായിത്വമ്മൻ വഴി കൊടുത്ത ആ 72 പദവികളിൽ നിന്ന് കേരള ക്രിസ്ത്യാനികളുടെ ആക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചവിട്ടിക്കോടെ നമ്മളെ മെത്രാൻ എത്രയോ പ്രാവശ്യം നടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂണ്ടിക്കാണിച്ച് ഇത് തിരുത്തണം, ഇത് തെറ്റാന്ന് പറയുവാനുള്ള ചങ്കുറ്റം അദ്ദേഹം കാണിച്ചില്ല. കാരണം കാണിക്കില്ല. തെക്കുംപാവനെ ഒന്നുമില്ലാത്തവനായി അവനെ പുറന്തള്ളണം എന്നുള്ളതിന് അച്ചാരം വാങ്ങിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇതിന് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ KS ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാലിനെ ഓരോ ഇടവകളിലേക്ക് ഇറങ്ങി അവിടെ പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പോവുക. 10 പേര് മതി ഒരു ഇടവകയിൽ. ആ 10 പേര് ആ ഇടവകയിൽ 10 പേരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒന്നിച്ചൊരു യൂണിറ്റ് ആക്കുക. ഓരോരുത്തരെ കൂട്ടിക്കോളും. അങ്ങനെ ഇടവക തോറും നമ്മുടെ യൂണിറ്റുകൾ ഉണ്ടാവണം. ഇന്നിപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, അവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. നമ്മളങ്ങോട്ട് കയറാതെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. നമ്മുടെ ഇടവകയുടെ ഗേറ്റ് പൂട്ടിയിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെ കയറ്റാത്ത വിധത്തിലാക്കിയെങ്കിൽ മാത്രമേ ഇവർ മര്യാദ പഠിപ്പിക്കൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അവകാശം സംരക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നമ്മൾ ആരെയും, മെത്രാനെ നമ്മൾ തെറി പറയുന്നില്ല, അച്ഛന്മാരെ തെറി പറയുന്നില്ല, കന്യാസ്ത്രീകളെ ആരെയും തെറി പറയുന്നില്ല. നമുക്കൊക്കെ അവരെ ബഹുമാനിക്കണം. അവർ ബഹുമാനം അറിയിക്കുന്നവരാണ്, അവരെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അതിന് നിങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഇന്ന് ഇതുപോലൊരു യോഗം സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് ബിജു, വൈസ് പ്രസിഡൻറ്റ് ചാക്കോച്ചൻ, അതുപോലെ തന്നെ സെക്രട്ടറി ബേബി പരപ്പനാട്ട്, ട്രഷറർ ജോയൻ, നമ്മുടെ ജെയിൻ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും പ്രധാനപ്പെട്ടതാണ്. ഇവർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളെല്ലാം അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരുമയുണരൂ, ഒന്നായുണരൂ, പ്രേക്ഷിത ക്നാനാ ജനതതിയെ, കുടിയേറ്റത്തിൻ മക്കളിതാ മലബാർ പുളകമണിഞ്ഞല്ലോ, പയ്യാവൂര്, പെരിക്കല്ലൂര്, കോട്ടൂർ, വയല്, രാജപുരം, എല്ലാം ഒന്നിച്ചൊന്നായി ക്നാനായ് സിംഹണി മേളങ്ങൾ, പന്നിയാലും മാലക്കല്ലും അലക്സ് നഗറും മടമ്പവും, കുടിയേറ്റത്തിൻ മക്കളിതാ ക്നാനായക്കാർ ഞങ്ങളിതാ, റാണിപുരവും ചമതച്ചാലും തേറ്റമലയും പൊളിഞ്ഞാലും കാപ്പിസിറ്റും പയസ് നഗറും പുതുശ്ശേരിയും മാങ്കുഴിയും, പോരുണോ നാമെല്ലാം
തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. ാടി കടബായും മൈക്കിൾഗിരിയും കോൾബേ നഗറും കാനം വയലും പെരിങ്ങാലയും മഞ്ഞക്കാടും കോഴിക്കോടും മഞ്ഞക്കാടും കോഴിക്കോടും കൊടയംകാലും പൂക്കയവും ചുള്ളിക്കരയും അയറോടും പാലങ്കല്ലും അയ്യങ്കാവും കൊട്ടോടിയും കള്ളാറും അരയങ്ങാടും മാലോമും കണിയാർ വയലും കണ്ണൂരും കൊച്ചിയാടും അമരമ്പലവും ചങ്ങലേരിയും ചുള്ളിയോടും കാന്തളവും കോട്ടത്തറയും മംഗലണ്ടാമും മുണ്ടേരിയും പുതുശ്ശേരിയും മട്ടപ്പാടിയും ചന്ദനക്കമ്പാറ എന്നിവയും